bolada quando ela saca as amigas. Porque quando ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡിക്കാമർ. അപ്പം നമ്മൾ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഇപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ആയിട്ട്. അപ്പോൾ ഇന്നയാളും സീരീസ് എപ്പിസോഡ് 2 ആണ്. അപ്പം ഇവിടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്ന എല്ലാവർക്കും വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ കുറച്ച് തടികളുടെ സാധനമാണ്. ഇപ്പോൾ നമുക്ക് കുറച്ച് ചായം കണ്ടുപിടിക്കണം. അതിനകത്ത് നമുക്ക് സ്റ്റോണും കൂടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ കുറച്ച് സ്റ്റോൺ എടുക്കണം. കുറച്ച് സ്റ്റോൺ ഇവിടെ നിർത്തുക. സ്റ്റോൺ ഇവിടെ ഉണ്ട്. കുറച്ച് നല്ല കുറച്ച് സ്റ്റോൺ കിട്ടുന്ന സ്ഥലത്ത് നിന്നിട്ട് സ്റ്റോൺ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോൺ എടുക്കണം. നേരെ ഇവിടെ കാണാനില്ല. അകത്ത് സോമ്പുണ്ട് നമുക്ക്. അപ്പോൾ ഇത്രയും നമ്മളായിട്ടില്ല, ഇറങ്ങാൻ പോകുന്നത്. കുറച്ചും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇറങ്ങും. നമുക്ക് ഇവിടുന്ന് കുറച്ച് സ്റ്റോണും എടുത്തേക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോൺ എടുക്കട്ടെ. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള സ്റ്റോൺ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ 21 സ്റ്റോൺ മതിയാവും, ധാരാളമാണ്. നമുക്ക് തിരിച്ച് വില്ലേജിലേക്ക് പോവാം. വില്ലേജിൽ പോയിട്ട് അവിടെയാണ് ഞാൻ എൻ്റെ ക്രാഫ്റ്റിൻ്റെ ഫാർമേഴ്സൊക്കെ ഉണ്ടാക്കി വച്ചേക്കുന്നത്. നമുക്ക് നേരെ വില്ലേജിലേക്ക് പോകണം. നമ്മളപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് സ്റ്റോണൊക്കെ എടുത്ത് വെച്ചായിരുന്നു. സ്റ്റാക്ക് സ്റ്റോൺ പറ്റിച്ചതാണ്. ഞങ്ങളുടെ സ്റ്റോണില്ലെന്ന് പറഞ്ഞ് ഞാൻ പറ്റിച്ചാണ്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഒരു സ്റ്റാക്ക് സ്റ്റോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഇനി ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ടാകും. എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളായിരുന്നു. ഇപ്പോൾ സ്റ്റോണിൻ്റെ ഒരു ഇത്രയും മതിയാവും. നമുക്കിനി ഞാനിത് ഇത്രയും സെറ്റപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ ഇത്രയും ചെറിയ വീടിനകത്ത് ഇത്രയും സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി വില്ലേജേഴ്സ് കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകണം. അത് നമുക്ക് കുറച്ച് ലൈറ്റ് ലോഡ് ചെയ്യണം. ലൈറ്റ് ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് വേണം പോകാൻ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയ വഴിക്ക് രാത്രിയായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി കിടന്നുറങ്ങണം. ഇനി അല്ലെങ്കിൽ രാത്രി അമ്മമാർ വന്ന് നമ്മളെ ഇതാക്കി കളയും. ഇപ്പോൾ ഒരു വില്ലേജർ നമ്മളോടുണ്ട്. ഇന്നത്തെ ദിവസം നമ്മൾ ഈ വില്ലേജറിൻ്റെ കൂടെയാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉറങ്ങിയിട്ട് കാണാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 44 ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗുഹയിലേക്ക് പോയി നമുക്ക് കുറച്ച് അയാളൊക്കെ എടുക്കണം. എന്ത് പറഞ്ഞാലും നമ്മൾ ഈ അയങ്ങോളത്തിന് പെട്ടെന്ന് പ്രശ്നമില്ല. കുറച്ച് സേഫ്റ്റി ആയിട്ട് വേണം പോകാൻ.
നമ്മളൊരുത്തനെ നമ്മൾ വിടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വഴി പറ്റത്തില്ല. അപ്പോൾ നമുക്ക് വേറെ വഴിയോ അഥവാ നല്ലൊരു തുറന്ന ഗുഹ ഉണ്ടെന്നാണ് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. അത് നമുക്ക് വേറെ ഗുഹ തപ്പി വേണമ്പോൾ ഭാഗ്യം ജസ്റ്റ് മിസ്. ക്രീപ്പർ ഉണ്ട് ഇവിടെ. ക്രീപ്പർ ഓടിക്കോ ക്രീപ്പർ. ഫുഡാണ്. അപ്പോൾ ഈ ഓടുന്നതിനിടയ്ക്ക് ഫുഡ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് പിടിച്ച് ഓടിക്കോ. ഓടുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കേവും കൂടെ കണ്ടുപിടിക്കുന്നു. നമുക്ക് കുറച്ച് കേവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വല്ല കേവുണ്ട്. ഇത് ഞാൻ വന്ന വഴിയല്ലേ, അവിടുന്ന് കണ്ട ഞാൻ വന്ന ആ ഒരു ഭാഗത്ത് നിന്ന് കണ്ട വന്നേ. ചെറിയൊരു തോട് നോക്കൊരു സംഭവമില്ല, തോടല്ല കുളം. അപ്പോൾ നമുക്ക് വേറെ കുളം നോക്കി പോവാം. ഈ വില്ലേജ് ഒരിക്കലും കളയാം, അവിടെയാണ് എൻ്റെ സാധനങ്ങളൊക്കെ പോകാം. കുറച്ച് ദൂരം ഇനി നമുക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. നല്ലൊരു കേവ് കണ്ടിരിക്കാം. ഇതിൻ്റെ അകത്തോട്ട് ഉള്ളുണ്ടോ? നമുക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് അറിയാം. നമ്മളതിനകത്തേക്ക് വേറെ ഒരു ഇവിടെ കയറുന്നുണ്ട്. തെങ്ങേട്ടാന്ന് തോന്നുന്നു. അടുത്ത നേട്ടാണ്. വാടാ നീ ഏത് വാടാ. അപ്പോൾ നമ്മളവിടെ തൊട്ടുണ്ട്. നമുക്ക് കുറച്ച് കോപ്പർ കിട്ടിയിട്ടുണ്ട്. കോപ്പർ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇത് അയണാണ് ഉണ്ട്. ഫുള്ള് സ്ഥലത്തന്മാർ അവിടെ കുറച്ച് മണ്ടലായിട്ട് കുറച്ച് അയണുള്ളൂ. സാധനങ്ങൾ ഇനി നമുക്ക് എടുക്കാൻ വേണ്ടി പോകണം. കളയാൻ പറ്റൂല. ഞാൻ സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ ചത്ത സ്ഥലത്ത് നിന്ന് ഞാൻ വീണ്ടും എനിക്ക് തോന്നിയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക്
മൈൻഡ് ചെയ്ത് പോവാം. അതെ വേറെ കാര്യം നടക്കും. ചത്ത സ്ഥലത്ത് ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ കുറച്ച് അയം കണ്ടു. അപ്പോൾ ആ അയാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. നമുക്ക് പോകാൻ ഇറങ്ങണം. ഇതിൽ വേണം പോകാൻ. കുറച്ച് ഹെൽത്ത് ഉള്ളൂ, അതാണ് പ്രശ്നം. അവിടെ മരങ്ങളുണ്ടെങ്കിൽ എൻ്റെ പൊക്കയായിരിക്കും പോകുന്നത്, ഞാനല്ലായിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് മൈനിങ്ങിന് പോവാം. ഉണ്ട് ഞാൻ കുറച്ച് ആയം കണ്ടത് ഇരിക്കുന്നു. അയം കിട്ടിട്ടോ, അയം എടുത്തോണ്ട് നമുക്ക് കണ്ടുമുട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും. നിങ്ങളറിയായിരുന്നു ഞാൻ കൊല്ലത്തിലൊന്നും പറഞ്ഞ അയംകുളത്തിനില്ലേ ഒരു കഷ്ടം വന്ന് രാത്രി കൊന്നു കളഞ്ഞ്. അപ്പോൾ എൻ്റെ ഓർമ്മയാണ് ഇരിക്കുന്നത്. ഒരു പൂവും മൂന്നായും ഓർമ്മയായി അയംകുളം. നമുക്ക് ഇനി അധികം താമസിക്കാതെ വേറെ സ്ഥലം നോക്കി പോകണം. കുറച്ചായതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കണം കേസ്. അതാണ് നമുക്ക് ഇതായിട്ടുള്ളൂ. കുറച്ച് ഇതുണ്ട്, ടോർച്ചുണ്ട്. ഇവിടുന്ന് വേണം. നമുക്കിപ്പോൾ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ലല്ലോ അറിഞ്ഞിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കുകയാണ്. ഇവിടെ എന്തെങ്കിലുണ്ട്? ഇവിടെയില്ല. അപ്പോൾ നമുക്ക് വേറെ ഏതൊക്കെ പോവാം. അപ്പോൾ ഇതിൽ കൂടെ കയറി നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ച് വില്ലേജിലേക്ക് തന്നെ പോയേക്കാം. ഇവിടെ ആയിട്ടാണ് ഞാൻ കൊല്ലത്തിലെന്ന് പറഞ്ഞ ആയംകുളം തിരിച്ചു പോയത്. അപ്പോൾ അങ്ങോട്ട് നോക്കിയായിട്ട് ഒരു സ്മാരകം തന്നെ കൊണ്ടുപോകുക. ഇന്നലെ പോയപ്പോൾ ആയംകുളത്തിന് നോക്കാൻ വേണ്ടി. നമ്മുടെ കയ്യിൽ 6 അയണുണ്ടായിരുന്നു. അയണൊക്കെ നമ്മൾ മെൽറ്റ് ചെയ്ത് നമ്മളൊരു അയണ എക്സാം പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് ചേർത്തുവാണ്. അപ്പോൾ 3ാമത്തെ എപ്പിസോഡായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പോൾ ഞാനൊരു സെക്കൻഡ് ചാനലും കൂടെ തുടങ്ങിയിട്ടുണ്ട്. കേരള FX ഗെയിമിംഗ് എന്നാണ് പേര്. അപ്പോൾ അതിനകത്തായിരിക്കും മൈൻക്രാഫ്റ്റ് ഒഴികെ ബാക്കി എല്ലാ ഗെയിമും ഞാൻ അതിനകത്തായിരിക്കും ഇടുന്നത്. അപ്പം ആ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടുന്ന വീഡിയോയും കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും, കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും.